അപ്പൊ അങ്ങനെ ഒരു ആരാധക ഓഡിയൻ എന്നുള്ള രീതിയിലുള്ള എനിക്ക് ഷെയ്ൻ മഹിമ കോംബോ ആണ് ഇഷ്ടം. എനിക്ക് അല്ല. പക്ഷെ ഞാനൊരു ഒരു മഹി അല്ല ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി. ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഷെയ്ൻ നിഗത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക. എനിക്ക് ഷെയ്ൻ നിഗത്തിനെ പറ്റിയുള്ള അഭിപ്രായം ഷെയ്ൻ നിഗം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. സിമ്പിൾ ആണ് ശരിക്കും ഷെയ്ൻ നിഗം. സിംപ്ലി കോംപ്ലിക്കേറ്റഡ്. ഇത് തന്നെയാണ് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്, സിംപ്ലി കോംപ്ലിക്കേറ്റഡ്. ഇപ്പം റീസെന്റ് ഷെയ്ൻ നിഗം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതെന്താണ് നമുക്ക് ആദ്യം നോക്കാം. നമ്മുടെ ഷെയ്ൻ നിഗം ആറാട്ടനെയൊക്കെ ഒരു PR യൂസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആറാട്ടന്റെ ആ നല്ല മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. പുള്ളി എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ കേൾക്കാം. നല്ലൊരു മൂവിയാണ്. ഇമോഷണൽ ആണ്, സെന്റിമെന്റ്സ് ഉണ്ട്, ആർട്ടിസ്റ്റിംഗ് ആണ്, ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ പറയുന്നത് നന്നായിട്ട് സെന്റിമെന്റ്സ് കാണിക്കുന്നുണ്ട്. എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ മദ്രാസ് കാരൻ എന്നൊരു പടം ഇപ്പോൾ റീസെന്റ് റിലീസായിട്ടുണ്ട്. അതിന് വലിയ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് പെട്ടെന്ന് റിലീസായതാണ്. അതിനെപ്പറ്റിയാണ് പുള്ളി ഈ പറയുന്നത്. സെന്റിമെന്റ്സ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട് എന്നൊക്കെ നമ്മുടെ ആറാട്ടണ്ണൻ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി കുറെ ആളുകൾ തിയേറ്റർ റെസ്പോൺസ് കൊടുത്തിരുന്നു. അത് നമുക്ക് എന്താണ് പറയുന്നത് നോക്കാം. ബിലോ ആവറേജ്, അത്രേ പറയാൻ പറ്റില്ല. ആവറേജ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. ഡബിംഗ് ഒന്നും തീരെ പോരാ. ഷൈൻ നിഗത്തിന്റെ ഡബിംഗ് ഒന്നും തീരെ പോരാ. ഭയങ്കര മലയാളം തമിഴ് സംസാരിക്കുന്നത് പോലെയുണ്ട്. പിന്നെ കഥ എന്തോ പറയാ, ഒരു പോസിറ്റീവ് എന്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറൊക്കെ ആയി പോകും. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് തിയേറ്ററിൽ നിന്നുണ്ടായ റെസ്പോൺസ്. പക്ഷെ ആറാട്ടണ്ണൻ പറയുന്നു ആക്ഷൻ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പുള്ളി ആ പടം തന്നെയാണോ കണ്ടത്, വേറെ വല്ല പടമൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ആ പടം കണ്ടിട്ടില്ല. പടം കാണാൻ നമ്മൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയത്തുമില്ല. പിന്നെ മദ്രാസ്കാരൻ, എനിക്ക് ഷെയ്ൻ നിഗത്തിനെ പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു നടനാണ്. പുള്ളിയുടെ പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചും പുള്ളിയുടെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തിയേറ്ററിൽ വെച്ചുള്ള ഒരു റെസ്പോൺസിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. അത് നമുക്കൊന്ന് എന്താണെന്ന് കാണാം. അത്രേ പറയാനുള്ളൂ. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. പറയണില്ല, പറഞ്ഞതിൽ ഇപ്പൊ കണ്ണൊക്കെ അറിഞ്ഞോളൂ. അങ്ങനത്തെ സീനാണ് നിങ്ങൾ റിവ്യൂസ് ഒക്കെ ഇപ്പൊ പറഞ്ഞല്ലോ. അതൊരു പർപ്പസ്ഫുള്ളി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെയൊന്നും പറയണില്ല ബ്രോ. നിങ്ങൾ ആലോചിക്കും. സാധാരണ ഇച്ചിരി എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ, ദൈവമുണ്ട്. അത് നീതി തന്നെ നടപ്പിലാവുള്ളൂ. അതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുപോലെയാണ് ഈ മനുഷ്യൻ നല്ലൊരു നടനാണ്, നല്ലൊരു മനുഷ്യനാണ്. പുള്ളി പറയുന്നുണ്ട് നിങ്ങൾ ഹേറ്റ് ഒന്നും സ്പ്രെഡ് ചെയ്യരുത്, ഇനിയും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നൊക്കെ പറയുന്നു. പുള്ളിക്കെതിരെ നല്ലൊരു പബ്ലിക് റെസ്പോൺസ് ഈ ഇടയ്ക്ക് ഉണ്ടായി. എന്തിനാണ് നമ്മുടെ ഉണ്ണിമുകുന്ദനെ പറ്റി ഒരു കാര്യം പറയുന്നത്. പുള്ളി പറയുന്ന ഒരു ക്യാമ്പയിൻഡ് ഹേറ്റാണ്, എനിക്കെതിരെ കുറെ ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഷെയ്ൻ നിഗം ഉണ്ണിമുകുന്ദനെതിരെ പബ്ലിക് മീഡിയയിൽ പറഞ്ഞത് ശരിയാണോ എന്നുള്ളത് ഷെയ്ൻ നിഗം തന്നെ ചിന്തിക്കണം. ഷെയ്ൻ നിഗത്തിന്റെ കയ്യിൽ നിന്ന് പോയ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഷെയ്ൻ നിഗം ഈ പ്രശ്നം മൊത്തം. അല്ലാതെ വേറെ ആരും ഷെയ്ൻ നിഗത്തിന് പ്ലാൻഡ് അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല. ഷെയ്ൻ നിഗം തന്നെ ഒരു വേണ്ടാത്ത കാര്യം പറഞ്ഞു. പുള്ളിക്ക് ഇന്നൊരു നടനെ, അതുപോലെ തന്നെ വാല്യൂ ഉള്ള ഇന്നൊരു നടനെ എന്തും പറയാം. അതും പബ്ലിക് മീഡിയയിൽ, അതും ലക്ഷങ്ങൾ ആളുകൾ കണ്ടത്, മില്യൺസ് ഓഫ് പീപ്പിൾ കണ്ടൊരു വീഡിയോ. പക്ഷേ പുള്ളിക്കെതിരെ ആരും ഒന്നും പറയരുതെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, പക്ഷെ എനിക്കെതിരെ നിങ്ങളൊന്നും പറയരുത്. എന്താണ് ഷെയ്ൻ നിഗം വന്ന ഉണ്ണിമുകുന്ദനെ പറ്റി പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അങ്ങനെ ഒരു ആരാധക ഓഡിയൻ എന്നുള്ള രീതിയിലുള്ള എനിക്ക് ഷെയ്ൻ മഹിമ കോംബോ ആണ് ഇഷ്ടം. എനിക്ക് അല്ല. പക്ഷെ ഞാനൊരു ഒരു മഹി അല്ല ഉണ്ണിമുകുന്ദൻ ഫാൻസ് ഇന്ത്യ ഉംഫി. ഇങ്ങനെ ഉണ്ണിമുകുന്ദനെ പറ്റി ഒരു പബ്ലിക് മീഡിയ വെച്ച് പറഞ്ഞ് ആ ആങ്കർ പോലും
ഒരു എക്സ്പ്രഷൻ നോക്കും, പുള്ളിയുടെ തന്നെ എക്സ്പ്രഷൻ നോക്കും, എന്താണ് ഈ വിളിച്ച് പറയുന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ വേറൊരാളെ ഇത്രയും തരം താഴ്ത്തി ഒരു കൂടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അതേ ലെവലിലുള്ള ഒരു നടനെ അതിന് മുകളിൽ ഇപ്പം പുള്ളി മാർക്കോയിലൂടെ ഉണ്ണിമുന്തൻ വേറൊരു ലെവലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു നടനെ ഇത്രയും തരം താഴ്ത്തി പറയുന്ന ഒരാള് എന്നെ പറ്റി ഒന്നും പറയണമെന്ന് പറയുന്നത് എന്ത് കാര്യമാണുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. നമുക്ക് മറ്റുള്ളവരെ പറ്റി എന്തും പറയാം, പക്ഷെ നമ്മളെ ആരും ഒന്നും പറയരുത്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും നിങ്ങൾ അത് അംഗീകരിക്കണമെന്ന് പറയുന്ന നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഷെയ്ൻ നിഗത്തിനെതിരെ കുറെ ആളുകൾ സംസാരിക്കുന്നുണ്ട് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഉണ്ണിമുന്തനെ ഇപ്പൊ സ്റ്റാർഡം വന്നപ്പോൾ പുള്ളിയുടെ കളിയാക്കിയവർ ഇപ്പം പുള്ളി എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ കാരണം ആരാണ്? ഷെയ്ൻ നിഗം തന്നെയല്ലേ. അല്ലാതെ ആള് നമ്മള് പറയാത്ത ഒരു കാര്യം കൊണ്ട് ആരും ഒന്നും പറയുന്നില്ലല്ലോ അല്ലെ. എന്റെ പടം നിങ്ങൾ വിജയിപ്പിക്കണം, പക്ഷെ ഞാൻ വേറൊരു നടന്റെ പ്രൊഡക്ഷൻ കമ്പനിയെ ഊപ്പി എന്ന് വിളിച്ച് കളിയാക്കും. ഇതെന്തർത്ഥമാണ്? ആളുകളുടെ മണ്ടയ്ക്ക് കൊണ്ടുപോയി കുറ്റം ഇട്ടിട്ട് കാര്യമുണ്ടോ? ആളുകൾ എല്ലാവരും കൂടെ കുറെ പേരെ അറ്റാക്ക് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ നിങ്ങൾ സംസാരിക്കുന്നത് ശ്രദ്ധിക്കണ്ടേ? നിങ്ങൾ നല്ലൊരു നടനൊക്കെ തന്നെയാണ്, നിങ്ങളുടെ ആക്ടിങ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പ്രശ്നം, അല്ലാതെ വേറെ ആരും അവരുടെ കയ്യിൽ നിന്നൊന്നും ഒന്നും ഉണ്ടാകുന്നില്ല. റിയാക്ട് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഈ റെസ്പോൺസ് ചെയ്യുന്നവരും ഒക്കെ തന്നെ നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയെ വെച്ചിട്ടാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. അത് ഇനിയെങ്കിലും ഷെയ്ൻ നിഗം മനസ്സിലാക്കുക. ഒരു സഹനടനെ നമ്മൾ ഒരിക്കലും അവമാനിക്കാതിരിക്കുക. അവർ നമ്മളെ പോലെ ഒരു വ്യക്തിയാണ്, അവർക്ക് നമ്മൾ വേണ്ടുന്ന റെസ്പെക്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ വിചാരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷെയ്ൻ നിഗത്തിന് ഉറപ്പായിട്ട് ഇനി മുകളിലോട്ട് പോകാൻ കഴിയും. അത്ര നല്ല കഴിവുള്ള നടനാണ്. ഇതിനു മുമ്പ് ഷെയ്ൻ നിഗം പല പ്രശ്നങ്ങളിൽ പോയി പെട്ടിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ വരുന്ന ചെറിയ മിസ്സുകൾ കാരണമാണ് ഇങ്ങനെ ഓർത്ത് ചെന്ന് പെടുന്നത്. ഇനിയെങ്കിലും പെടാതെ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? നമ്മുടെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റ് കാരണം നമുക്ക് പ്രശ്നം ഉണ്ടാകും, നമുക്ക് അത് തിരുത്തുക എന്നുള്ളതാണ്. ഇനിയെങ്കിലും സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഷെയ്ൻ നിഗത്തിന് ചെയ്യാൻ പറ്റിയൊരു കാര്യം. എന്തായാലും മദ്രാസ്കാരൻ പടം എല്ലാവരും കാണുക. ഷെയ്ൻ നിഗത്തിനുള്ള ദേഷ്യം വെച്ചുകൊണ്ടൊന്നും ആരും കാണാതിരിക്കരുത്. പടത്തിൻ്റെതായ രീതിയിൽ കാണുക, നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്താണ് പറയാനുള്ളത് കമന്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ കാണുന്നതിന് വരെ ഗുഡ് ബൈ.